ഒരു നാടിന്റെ വികസനത്തിന് ചിലപ്പോൾ കുതിപ്പേകുന്നത് എന്തായിരിക്കും? നല്ല റോഡുകളോ ഒരു പാലമോ മതിയാകുമല്ലേ? പത്തനംതിട്ടയിലെ കോന്നി ചിറ്റൂർ കടവിൽ അച്ഛൻ കോവിലാറിന് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ദീർഘനാളത്തെ ഒരു ആവശ്യം തന്നെയാണ്. 2016 3 തൂണുകൾ സ്ഥാപിച്ചു, പക്ഷെ നിർമ്മാണം നടന്നില്ല. നദിക്ക് നടുവിൽ തൂണുകൾ ഉള്ളതിനാൽ ഉണ്ടായിരുന്ന കടത്തുവള്ളത്തിന്റെ സർവീസും നിർത്തലാക്കിയിരിക്കുകയാണ്. കരാറുകാരൻ അധിക തുക ആവശ്യപ്പെട്ടതോടെയാണ് പദ്ധതി ഇപ്പോൾ പ്രതിസന്ധിയിലായത്. അച്ഛൻ കോവിലാറിൽ നോക്കുകുത്തികളായി തൂണുകൾ ഇപ്പോഴുമുണ്ട്. 2016 റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും 2.5 കോടി രൂപ പാലം നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നു. നിർമ്മിതി കേന്ദ്രത്തിന്റെ ചുമതലയിൽ പാലം നിർമ്മാണം ആരംഭിച്ചു, തൂണുകൾ സ്ഥാപിച്ചു. കരാറുകാരൻ പണം ലഭിക്കാത്തതിനാൽ കോടതിയെ സമീപിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചു. നേരത്തെ ഈ കടത്തിൽ നമുക്ക് കടത്തുവള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴത് നിർത്തലാക്കിയിരിക്കുകയാണ്. ഈ തൂണുമൊക്കെ പണിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് വള്ളത്തിൻ്റെ ഉപയോഗം നടക്കാത്തത് കാരണം അവർ വള്ളം നിർത്തി. ഈ കരാറുകാർ ഇത് നിർത്തിയിട്ട് പോയെന്നും അധിക തുക ആവശ്യപ്പെട്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. യാഥാർത്ഥ്യം എന്താണെന്നറിയില്ല. എന്തായാലും ഈ പാലം വന്നാൽ നമുക്ക് ജനങ്ങൾക്ക് വളരെ പ്രയോജനകരവും ആയിരുന്നു. നിലവിലെ തൂണുകൾ സുരക്ഷിതമല്ലെന്ന് വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്തി. പുതിയ പാലം നിർമ്മിക്കുന്നതിനും അപ്രോച്ച് റോഡിനും 12.25 കോടി രൂപ പൊതുമരാമത്ത് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ കരാറുകാരൻ 49% അധിക തുക ആവശ്യപ്പെട്ടതോടെ നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇവിടെ വരുന്ന പുതിയ സർക്കാർ വന്നിട്ട് എല്ലാം വന്ന് ടെൻഡർ കൊടുക്കുക, അവിടെ ഫ്ലെക്സ് വെക്കുക. ചുറ്റുക്കടവ് പാലത്തിന് 12 കോടി അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് വെക്കുന്ന മാത്രമേ ഉള്ളൂ. ഈ എത്ര നാളും കൊണ്ട്, ഈ 10 വർഷം കൊണ്ട് ഈ തൂണ് ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുക. വലിയ ഉപകാരമുണ്ട് ആർക്കെങ്കിലും എന്തോലും സർക്കാരിന് നട്ടേ വന്നിട്ട്. പാലം യാഥാർത്ഥ്യമായാൽ മലയാലപ്പുഴ, തണ്ണിത്തോട്, ഗവി ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം സുഗമമാകും. പാലം നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധം ആരംഭിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. റിപ്പോർട്ടർ, പത്തനംതിട്ട.